ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹോം ഡയറീസ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി പീനട്ട് ചട്നിയാണ്. വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ: 150 ഗ്രാം അല്ലെങ്കിൽ ഏകദേശം 1/4 കപ്പ് പീനട്ട്, 5 വറ്റൽമുളക്, ഒരു ചെറിയ കഷ്ണം പുളി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 കപ്പ് ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, 5 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കായം പൊടി, കൂടാതെ ആവശ്യത്തിന് ഉപ്പും. ആദ്യം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായാൽ ജീരകവും ഉഴുന്നുപരിപ്പും കായം പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി എന്നിവ ചേർത്ത് ചെറിയുള്ളി ഒരു ഗോൾഡൻ നിറമാകുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി വറ്റൽമുളകും പുളിയും ചേർത്ത് കുറച്ച് സമയം കൂടി വഴറ്റാം. അതിനുശേഷം കാശ്മീരി മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പീനട്ടും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എല്ലാ ചേരുവകളും നന്നായി മിക്സ് ചെയ്ത് ഏകദേശം 1 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ശേഷം തീ ഓഫ് ചെയ്ത് ഇത് ചെറുതായി തണുക്കാൻ വെക്കണം. ഇനി ഈ മിക്സ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ആദ്യം ഒന്ന് പൾസ് ചെയ്ത ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ഞാൻ കുറച്ച് കട്ടിയുള്ള പരുവത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ പേസ്റ്റ് രൂപത്തിൽ വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. ഇനി ചട്നിക്ക് താളിച്ചെടുക്കാം. അതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ശേഷം ഒരു വറ്റൽമുളകും കുറച്ച് വേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരച്ചു വെച്ച പീനട്ട് ചട്നി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. മിക്സിയുടെ ജാറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കഴുകിയതും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അധികം തിളപ്പിക്കേണ്ടതില്ല, ഒന്ന് ചൂടായാൽ തന്നെ തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ പീനട്ട് ചട്നി തയ്യാറായി കഴിഞ്ഞു. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് സൈഡ് ഡിഷാണിത്. നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.